കാശ് കൊടുത്താൽ എന്തും വാങ്ങാം. ഈ ചൊല്ല് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത്രയേറെ അർത്ഥവത്തായി മാറിയ ഒരു സന്ദർഭം സമീപകാല ചരിത്രത്തിൽ ഉണ്ടായിട്ടേയില്ല. ജനാധിപത്യത്തെ, അതിന്റെ ആത്മാവിനെ, വോട്ടവകാശത്തെ, എന്തിന് ഒരു ജനതയുടെ ആത്മാഭിമാനത്തെ തന്നെ പണം കൊടുത്തു വാങ്ങാൻ ശ്രമിക്കുന്നതിന്റെ നഗ്നമായ ദൃശ്യങ്ങൾക്കാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി ബീഹാർ സാക്ഷ്യം വഹിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഭരണത്തിന്റെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് NDA സർക്കാർ നടത്തിയ ഈ പ്രവർത്തികൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനാണെന്ന് വിശേഷിപ്പിക്കപ്പെട്ടാൽ അതിൽ അതിശയിക്കേണ്ടതില്ല. സെപ്റ്റംബർ 26 മുതൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒക്ടോബർ 6 രാവിലെ 10 മണി വരെ കൃത്യം 10 ദിവസങ്ങൾ. ഈ ചുരുങ്ങിയ കാലയളവിൽ 1.21 കോടി സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് 10,000 രൂപ വീതം എത്തിച്ചത്. ഇത് ഏതെങ്കിലും പെൻഷനോ കാലാകാലങ്ങളായി നൽകുന്ന സഹായധനമോ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യവസായം തുടങ്ങാൻ പദ്ധതി സമർപ്പിച്ചവർക്ക് നൽകുന്ന വായ്പയൊന്നുമല്ല. സ്വയം തൊഴിൽ തുടങ്ങാനുള്ള ആലോചനയ്ക്ക് എന്ന പേരിൽ യാതൊരു മാനദണ്ഡങ്ങളോ ഈടോ എന്തിനൊരു അപേക്ഷ പോലും ശരിയായി പരിഗണിക്കാതെയാണ് 12,100 കോടി രൂപ ജനങ്ങളിലേക്ക് ഒഴുക്കിയത്. 10 ദിവസം കൊണ്ട് 12,100 കോടി രൂപ. സാധാരണക്കാരന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഈ ഭീമമായ തുക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ട് മുൻപ് വോട്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് നിക്ഷേപിച്ചതിന് പിന്നിലെ തന്ത്രം ആരെയും ഞെട്ടിക്കുന്നതാണ്. ഇത് കേവലം ഒരു സർക്കാർ പദ്ധതിയുടെ നടത്തിപ്പല്ല, മറിച്ച് അധികാരം നിലനിർത്താൻ ഏതറ്റം വരെയും പോകാൻ മടിക്കില്ലെന്ന BJP-JDU സഖ്യത്തിന്റെ ധാർഷ്ട്യവും വെല്ലുവിളിയുമാണ്. ബീഹാറിൽ ഭരിക്കുന്നത് നിതീഷ് കുമാറിന്റെ JDU ആണെങ്കിലും സഖ്യത്തിലെ വലിയ കക്ഷി BJP ആണ്. അതുകൊണ്ട് തന്നെ ഈ സൗജന്യം നൽകുന്നതിന്റെ ക്രെഡിറ്റ് പങ്കുവെക്കുന്നതിലും അവർ ഒരു വിട്ടുവീഴ്ചയും ചെയ്തിട്ടില്ല. ഈ കളിക്ക് തുടക്കമിട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. സെപ്റ്റംബർ 26 75 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 7,500 കോടി രൂപ അദ്ദേഹം കൈമാറിയിരുന്നു. തൊട്ടു പിന്നാലെ ഒക്ടോബർ 3 മുഖ്യമന്ത്രി നിതീഷ് കുമാർ 25 ലക്ഷം സ്ത്രീകളുടെ അക്കൗണ്ടുകളിലേക്ക് 2,500 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ വകയായി നിക്ഷേപിച്ചു. സുശാസൻ ബാബു അഥവാ സൽഭരണത്തിന്റെ നായകൻ എന്ന തന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേറ്റുവെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പണം നൽകി ജനപ്രീതി നേടാനുള്ള അവസാനത്തെ അടവും അദ്ദേഹം പുറത്തെടുത്തത്. എന്നാൽ ഈ നാടകത്തിലെ ക്ലൈമാക്സ് ഒക്ടോബർ 6 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പത്രസമ്മേളനം വിളിച്ച് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നു എന്ന് ഉറപ്പായ നിമിഷം ബാക്കിയുണ്ടായിരുന്ന 21 ലക്ഷം സ്ത്രീകൾക്ക് 2,100 കോടി രൂപ കൂടി മിന്നൽ വേഗത്തിൽ അക്കൗണ്ടുകളിലേക്ക് അയച്ചു. പെരുമാറ്റച്ചട്ടം എന്ന വാളിന് പിടികൊടുക്കാതെയായിരുന്നു ഈ നീക്കം. തെരഞ്ഞെടുപ്പിന് മുൻപ് വാഗ്ദാനങ്ങൾ നൽകുന്നത് സ്വാഭാവികമാണ്. അതിനാണ് നമ്മൾ പ്രകടന പത്രിക എന്ന് പറയുന്നത്. ഭരിക്കുന്ന പാർട്ടികൾ സർക്കാർ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനും പുതുമയില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതും സൗജന്യ റേഷന്റെ അളവ് കൂട്ടുന്നതുമെല്ലാം നാം കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, അതായത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ, ഇത്തരം സൗജന്യ വിതരണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തടയും. കാരണം അത് വോട്ടർമാരെ സ്വാധീനിക്കലാണ്. ഇവിടെയാണ് NDA സർക്കാരിന്റെ കുതന്ത്രം. പെരുമാറ്റച്ചട്ടം വരുന്നതിന് ഒരു ദിവസം മുൻപ് വരെ ഖജനാവിൽ നിന്ന് പണം വിതരണം ചെയ്താൽ സാങ്കേതികമായി അത് നിയമലംഘനമല്ല, പക്ഷെ ധാർമ്മികമായി ഇത് കൈക്കൂലിയാണ്. വോട്ട് കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് നൽകുന്ന പണം. 10 ദിവസം കൊണ്ട് 1.25 കോടി ആളുകളുടെ അപേക്ഷകൾ പരിശോധിച്ച് അവരുടെ അർഹത ഉറപ്പുവരുത്തിയല്ല ഈ തുക നൽകിയത്. ഈ സംഭവം കൂടുതൽ ഭയാനകമാകുന്നത് ബീഹാർ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദാരിദ്ര്യ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്നതുകൊണ്ടാണ്. പതിറ്റാണ്ടുകൾ നീണ്ട ഭരണങ്ങൾക്കും പദ്ധതി നടത്തിപ്പുകൾക്കും ശേഷവും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാത്ത ലക്ഷക്കണക്കിന് ആളുകളുള്ള നാട്. തൊഴിലില്ലായ്മയും പട്ടിണിയും രൂക്ഷമായ ഇടം. അവിടുത്തെ ജനങ്ങളുടെ നിസ്സഹായതയാണ് ഈ സർക്കാർ മുതലെടുക്കുന്നത്. ചുരുക്കത്തിൽ ബീഹാറിൽ നടന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുന്നോടിയായിട്ടുള്ള സാധാരണ സർക്കാർ നടപടിയല്ല. അത് ജനാധിപത്യത്തിന്റെ ശ്രീകോവിൽ കയറി അതിന്റെ വിഗ്രഹത്തെ പണം കൊണ്ട് അഭിഷേകം ചെയ്യുന്നതിന് തുല്യമാണ്. ജനങ്ങളുടെ വിധി എഴുതാനുള്ള കഴിവിനെ വില കുറച്ച് കാണുകയും അവരുടെ ദാരിദ്ര്യത്തെ വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ പ്രവണത ഇന്ന് ബീഹാറിലാണെങ്കിൽ നാളെ അത് രാജ്യമെമ്പാടും വ്യാപിക്കാൻ അധിക സമയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ബീഹാറിലെ ജനതയുടെ തീരുമാനം ആ സംസ്ഥാനത്തിന്റെ മാത്രമല്ല, ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒന്നായി മാറും.